ഇതുവരെയും എന്യൂമറേഷൻ ഫോം ലഭിക്കാത്തവരാണോ നിങ്ങൾ? അല്ലെങ്കിൽ നിലവിലെ വോട്ടർ പട്ടികയിൽ പേരില്ലാത്ത 18 വയസ്സ് കഴിഞ്ഞ ആളുകളോ പ്രവാസികളോ ആണോ നിങ്ങൾ? എങ്കിൽ ശ്രദ്ധിക്കുക, വീഡിയോ മുഴുവനായും കാണാൻ ശ്രമിക്കുക. ടീച്ചേഴ്സ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇനിയും എന്യൂമറേഷൻ ഫോം ലഭിക്കാത്ത നിരവധി ആളുകളുണ്ട്. അല്ലെങ്കിൽ നിലവിലെ വോട്ടർ പട്ടികയിൽ അവരുടെ പേരില്ല, അല്ലെങ്കിൽ 2002 വോട്ടർ പട്ടികയിലും നിലവിലെ വോട്ടർ പട്ടികയിലും പേരില്ലാത്തവർ. അങ്ങനെയുള്ളവർ എന്താണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ഇതുവരെ എന്യൂമറേഷൻ ഫോം ലഭിക്കാത്തവരും നിലവിലെ വോട്ടർ പട്ടികയിൽ പേരില്ലാത്ത 18 വയസ്സ് കഴിഞ്ഞ എല്ലാവർക്കും ഇനിയും SIR പട്ടികയിൽ ഉൾപ്പെടുന്നതിനുള്ള അവസരമുണ്ട്. ഡിസംബർ 7 ശേഷവും ഫോം ലഭിക്കാത്തവരും വോട്ടർ പട്ടികയിൽ പേരില്ലാത്തവരും ഓൺലൈനായി വോട്ടർ പട്ടികയിൽ പേര് ചേർക്കണം. അത് ഡിസംബർ 9 ശേഷമാണ് അക്ഷയ വഴിയോ സ്വന്തമായോ ചെയ്യേണ്ടത്. ഇനി ഇതിനായി എന്തൊക്കെ രേഖകൾ വേണമെന്ന് ശ്രദ്ധിക്കുക. ആധാർ കാർഡ്, ഫോട്ടോ, ജനനത്തീയതി തെളിയിക്കുന്നതിനുള്ള രേഖ. അതിനായി സ്കൂൾ സർട്ടിഫിക്കറ്റോ ബർത്ത് സർട്ടിഫിക്കറ്റോ ഇവയിൽ ഏതെങ്കിലും ഒന്ന് വയ്ക്കാം. കൂടാതെ വീട്ടിലെ മറ്റൊരംഗത്തിൻ്റെ വോട്ടേഴ്സ് ID കാർഡ് കൂടി അപേക്ഷിക്കുന്നതിനായി വേണം. ഒപ്പം മൊബൈൽ നമ്പർ കൂടി വേണം. ഫോം 6 അനുസരിച്ചാണ് നാട്ടിലുള്ള ആളുകൾ അപേക്ഷ നൽകേണ്ടത്. ഫോം 6A പ്രകാരമാണ് പ്രവാസികൾ നൽകേണ്ടത്. അപ്പോൾ എന്യൂമറേഷൻ ഫോം കിട്ടാത്തവരാരും ആശങ്കപ്പെടേണ്ടതില്ല. വോട്ടർ പട്ടികയിൽ നിങ്ങളുടെ പേരില്ലെങ്കിലും വിഷമിക്കേണ്ടതില്ല. നിങ്ങൾക്ക് സ്വന്തമായോ അക്ഷയ വഴിയോ ഓൺലൈനായി പേര് ചേർക്കാവുന്നതാണ്. ഇത് വെറും വോട്ട് ചെയ്യുന്നതിന് മാത്രമുള്ള വിവരശേഖരണമാണെന്ന് കരുതി നിസ്സാരവൽക്കരിക്കരുത്. ഗൗരവമായി തന്നെ ഇതിനെ കാണുകയും SIRുമായി ബന്ധപ്പെട്ട് നടപടികൾ സ്വീകരിക്കാത്തവർ ഉടൻ സ്വീകരിക്കുകയും വേണം. ഇതിനായി നിങ്ങളുടെ കൈവശം വേണ്ടത് ഇത്ര മാത്രമാണ്: ആധാർ കാർഡ്, ഫോട്ടോ, ജനനത്തീയതി തെളിയിക്കുന്നതിനായി സ്കൂൾ സർട്ടിഫിക്കറ്റോ ബർത്ത് സർട്ടിഫിക്കറ്റോ, വീട്ടിലെ മറ്റൊരംഗത്തിൻ്റെ വോട്ടേഴ്സ് ID, കൂടാതെ നിങ്ങളുടെ മൊബൈൽ നമ്പർ. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവായ വീഡിയോകൾ ലഭിക്കുന്നതിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ പരമാവധി മറ്റുള്ളവർക്കായി ഷെയർ ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്